തക്കുടു അവിടെ പോയി? അറിഞ്ഞൂടാ ജോണേട്ടാ, രാവിലെ തന്നെ സൂപ്പർ മാർക്കറ്റിലോട്ടാന്നും പറഞ്ഞോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതാ. ഇന്നലെ ഇങ്ങനെയാന്നും പറഞ്ഞിറങ്ങിപ്പോയി. കർത്താവേ, ഈ ചെറുക്കനിത് എന്താ വെച്ചോണ്ടാ? എന്താണ് മുഖത്തൊരു മ്ലാനത? അന്വേഷിച്ച് നടന്ന നിധി കിട്ടിയില്ലേ? ഇല്ല, ഞാൻ തോറ്റു കൊടുക്കുന്ന കാര്യം വിചാരിക്കണ്ട. ആദ്യമായിട്ടാ ഒരു കാര്യം ചെയ്യാൻ നീ ഇത്രയോ ശുഷ്കാന്തി കാണിക്കുന്ന ഞാൻ കാണുന്നു. ഈ ശുഷ്കാന്തി നീ നിന്റെ പല കാര്യത്തിൽ ചെയ്തിരുന്നെങ്കിൽ നീ ഇപ്പം എവിടെ നന്നാനേ? ഈ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതൊക്കെ പോട്ടെ, ജോലിയുടെ കാര്യം നീ മറന്നായിരുന്നോ? അയ്യോ, ആ കാര്യം ഞാൻ മറന്നുപോയി. എന്നാൽ ഞാൻ മറന്നില്ല. ഞാനൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ ഒപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 4-ാം തീയതി അല്ലേ? 5 ദിവസം കഴിഞ്ഞാൽ നീ ഇൻ്റർവ്യൂവിന് ചെല്ലണം. ആണോ? സോ ഫാസ്റ്റ്. അല്ല, എവിടെയാ? നിനക്ക് പരിചയമുള്ള കമ്പനിയാണ്. എൻ്റെ കമ്പനി തന്നെയാണ്. നിന്റെ കമ്പനിയിലോ? അവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടല്ലേ? അതൊക്കെ നീ എങ്ങനെ ഒപ്പിച്ചേ? അതൊക്കെ ഞാൻ ഒപ്പിച്ചു. നീ എന്നതാണ് എന്നെപ്പറ്റി പണി വെച്ചിരിക്കണേ? എല്ലാം കൺഫ്യൂഷനാണല്ലോ. അയാള് എന്താ ഞാനിപ്പോൾ ചെയ്യുക? അച്ഛൻ്റെ പേര് ചോദിച്ചാലോ? അനീതിമാരോടൊന്ന് നേരത്തെ അങ്ങനെ ചോദിച്ചാലോ? ശരിയാ, അച്ഛനൊന്ന് പേര് വയ്ക്കാം. ഇവനിതവിടെ പോയി. ഹായ്, ഞാനല്ല. തന്നെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം. അതുകൊണ്ടാണ് വന്നത്. എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. തന്നെ എനിക്കറിയാം, എനിക്ക് ഉറപ്പാണ്. പക്ഷെ പേര് പേരെന്തായിരുന്നു? എനിക്കെന്തായാലും തന്നെ അറിയത്തില്ല. ഐം സോറി, ഐം ബിസി. കിട്ടിയ ചാൻസ് ആണെങ്കിൽ എടുക്കാനും പറ്റിയില്ല. അയാൾ എങ്ങോട്ടാ പോകുന്നത് നോക്കാം. ഇതെന്താ സൂപ്പർ ഫാസ്റ്റോ? ഇതവിടെ പോയി? തക്കുടു, നീ ഇവിടെ എന്നെ എടുക്കുവോ? വാ പോ. ഞാൻ വരുവാ. ഇന്ന് ജീനിനെ കാണാൻ എന്നത്തെക്കാളും സുന്ദരിയായിട്ടുണ്ട്. ഒന്ന് പോ ജോണേട്ടാ. എന്നാ ഞാനൊരു സത്യം പറഞ്ഞല്ലേ? രാവിലെ തന്നെ റൊമാൻസ് ആയിട്ട് ഇറങ്ങിക്കോളൂ. ഞാൻ എന്തേലും ഹെൽപ്പ് ചെയ്യട്ടെ ജീനി? അത്ര വേണമെന്നില്ല ജോണേട്ടാ. അതെ, കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ സ്നേഹം കയറി ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് ഗ്യാസ് ഓഫാക്കാൻ മറന്നിട്ട് അടുക്കള കത്തേണ്ടതായിരുന്നു. കാരണവന്മാർ ചെയ്ത പുണ്യത്തിനെ രക്ഷപ്പെട്ടെ. നീ ഒന്ന് പോടാ. ഏതൊരബദ്ധവും പോലീസുകാരന് പറ്റൂന്നല്ലേ? നീ അവനെ മൈൻഡാക്കണ്ട ജീനി. ഞാൻ എന്നാ നിനക്ക് ചെയ്തു തരണ്ട? നീ പറ. ഒന്നും വേണ്ട ജോണേട്ടാ, എല്ലാം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാലും നീ പറ. ഞാൻ എന്താ ചെയ്യാം? ഞാൻ ഈ പാത്രം കഴുകിയൊക്കട്ടെ? വേണ്ട ജോണേട്ടാ, ഞാൻ കഴുകിക്കോളാം. എൻ്റെ പൊന്നിന് ഞാനല്ലാതെ പിന്നെ ആരാ പാത്രം കഴുകി തരുന്നേ? പൊട്ടിച്ചു. ഇങ്ങേരെ കൊണ്ട് വന്ന് വലിയ ശല്യവാ. ഇപ്പോൾ സ്നേഹം കാണിക്കുമ്പോൾ എൻ്റെ ചങ്ക് വിടുന്നിടിക്കും. എന്നതാ ഇങ്ങേരെ ഉണ്ടാക്കി വെക്കാൻ പോകുന്നതെന്ന്. കഴിഞ്ഞ ദിവസം വീട് കത്തിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ ദേ എൻ്റെ എത്രാമത്തെ പാത്രമായി പൊട്ടിക്കുന്നേ. അയാളുടെ ഒരു സ്നേഹം. നീ പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം. പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം. അപ്പം ചോദിക്കാനുള്ളത് ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇനി അവരായി അവരുടെ പാടായി. ഈ യുദ്ധകാലത്തിൽ ഇനി എനിക്ക് റോളില്ല. നീ എന്നാടാ ഒന്നും കഴിക്കാണ്ടിരിക്കുന്നേ? അല്ലെങ്കിൽ അപ്പോൾ സ്റ്റൂവും കാണുമ്പോൾ പാത്രത്തിൽ ഓട്ട വിടുന്നോടം വരെ വടിച്ചു നിൽക്കുന്നതായിരുന്നല്ലോ. ഒരു മൂടില്ല കേവനേട്ടാ. എൻ്റെ കർത്താവെ, ഞാൻ എന്നതായി കേൾക്കുന്നേ? പണ്ട് അപ്പോ സ്റ്റൂവിന് വേണ്ടി കൊല്ലാൻ പോലും പഠിക്കാത്ത എൻ്റെ തക്കടൂന് അപ്പോ സ്റ്റൂവും ഫ്രണ്ടിൽ കൊണ്ട് വെച്ചപ്പോൾ അതിനെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് മൂടില്ല എന്ന് പറയുന്നോ? പ്രശ്നം ഗുരുതരമാണല്ലോ. എന്താണ്, മറ്റേ സ്വപ്നമാണോ? കെവിനേട്ടൻ ഇപ്പം എന്നോട് അതിനെപ്പറ്റി ഒന്നും ചോദിക്കില്ല. ഞാൻ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ പിന്നെ പറയാം. ഓക്കെ, ചോദിക്കുന്നില്ല. എന്നാൽ നിൻ്റെ അപ്പോ സ്റ്റൂ ഞാൻ എടുത്തോട്ടെ. നിനക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? അതെപ്പോൾ പറഞ്ഞു? ഞാൻ പറഞ്ഞത് കഴിക്കാനൊരു മൂടില്ലെന്നല്ലേ ഉള്ളൂ. എനിക്ക് നല്ല കഴിച്ചുപോണ്ട്. എനിക്കാണെങ്കിൽ പോയാടുന്നു. വേഗം കഴിച്ചിട്ട് എഴുന്നേറ്റ് വാ. എന്നെ ഒന്ന് ഓഫീസ് വരെ കൊണ്ടുവരണം. അമ്മേ, എവിടെ നോക്കിയാടോ താൻ വണ്ടി ഓടിക്കുന്നേ? താനിങ്ങ് ഇറങ്ങിക്കേ. ആരെ കെട്ടിക്കാ? യു ഹായ്. ആക്ച്വലി ഇറ്റ്സ് മൈ ഫോൾട്ട്. ഞാനാ
കണ്ണു നോക്കൊന്നും ഇല്ലാതെ വന്ന് റോഡിലോട്ട് ചാടിയത്. അതെല്ലാം തിരക്കിട്ട് പോകുമായിരുന്നു. തൻ്റെ ഭാഗത്തല്ലേ മിസ്റ്റേക്ക്, അത് തനിക്കും അറിയാലോ. സോ വഴിയിൽ നിന്ന് മാറും, എനിക്ക് പോകണം. എൻ്റെ പൊന്നി, ഇത് എന്തൊരു മുടയാ! ഇയാളോട് മിണ്ടാൻ പോലും ഇയാൾ സമ്മതിക്കുന്നില്ലല്ലോ. ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. എണീക്കടാ, രാവിലെ എൻ്റെ ബേബി അയ്യേ, ഇവനിത് ഒരു സ്വപ്നം കാരണം ഇവൻ അടുത്ത് കിടക്കുന്നവരെയും കൂടെ എന്നെ മരയ്ക്കൊന്ന് സ്വപ്നം കാണാനും സമ്മതിക്കത്തില്ലേ. ഓ, പിന്നെ വർത്തമാനം കേട്ടാത്തൊന്നും നീ അവൻ കണ്ട് നിങ്ങളിപ്പോൾ വലിയ ഡേറ്റിങ്ങിലാണെന്ന്. ഒന്ന് പോവാം. ഞങ്ങളുടെ കളികളും ചിരികളും തമാശകളും റൊമാൻസും ഒക്കെ സ്വപ്നം കാണാൻ എന്ത് രസമാണെന്നറിയോ? അതാ ഇപ്പോൾ ഇയാൾ നശിപ്പിച്ചേ. ഓ എൻ്റെ പൊന്നോ, സോറി. നീ കണ്ടോ, ഞാൻ പോവാ ഓഫീസിൽ. ബൈ. പോ. എൻ്റെ ബേബി ഇപ്പം എന്തെടുക്കുമായിരിക്കുമോ എന്തോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ട്യൂസ്ഡേയിലെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫയൽസിൻ്റെയും കോപ്പീസ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എൻ്റെ ടേബിളിൽ താൻ സബ്മിറ്റ് ചെയ്യണം. അത് ട്യൂസ്ഡേ അല്ലേ, ഇന്ന് സാറ്റർഡേ അല്ലേ ആയുള്ളൂ. നിന്നെയൊക്കെ ഏൽപ്പിച്ച ജോലിയല്ലേ, അതിന് കുറേ മിസ്റ്റേക്ക് കാണും. അതൊക്കെ കറക്റ്റ് ചെയ്യാൻ 3 ദിവസം വേണ്ടി വരും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം, ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യാം സാർ. ഓക്കോ. പിന്നെ കെവിനോടൊന്ന് ക്യാബിനിലോട്ട് വരാൻ പറ. ഓക്കെ സാർ. ഇന്നെങ്ങനെയായിരുന്നു? പതിവ് പോലെ അരകല്ലിലിട്ട് അരയ്ക്കുമായിരുന്നോ അതോ നിർത്തി പൊരിക്കുമായിരുന്നോ? എന്തോ ഭാഗ്യത്തിൽ ഇന്ന് രാവിലെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കുഴപ്പമില്ല, ടൈമുണ്ടല്ലോ. എൻ്റെ പൊന്നു കെവിനെ, ആ കരുനാക്കെടുത്തൊന്ന് വളയ്ക്കാണ്ടിരിക്കേ. അതെന്ത് വർത്തമാനമാണാ പറയുന്നത്? സാറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടാത്ത ഏതെങ്കിലും ദിവസം നിന്നെ കണ്ടോ? ഇന്നും കിട്ടും, ഉറപ്പല്ലേ? പറഞ്ഞത് ശരിയാ. വന്ന് ഇപ്പം സാറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടാത്ത ദിവസം എനിക്കൊരു വെപ്രാളമാണ്. അന്ന് എന്തോ ഒരു മിസ്സിങ് ഫീലാണ്. മേ ഐ കമിൻ സാർ? യെസ് കമിൻ. കെവിനെ, നിൻ്റെ അനിയനായതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡേഷനൊക്കെ അലോ ചെയ്ത് ഇവിടെ കയറ്റുന്നത്. അവൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ സാന്ത്വനെ പോലെ ആണെങ്കിൽ ഞാൻ വലിയ ദയദാക്ഷിണ്യൊന്നും കാണിച്ചെന്ന് വരത്തില്ല കേട്ടോ. ഇല്ല, അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തോളും. വൈകുന്നേരം നീ ഫ്രീ ആണല്ലേ, വീട്ടോട്ട് വാ, നമുക്കൊന്ന് കൂടാം. ആടാ, ഞാൻ വരാം. അമ്മി, അലൻ ഇതുവരെ ഒരുങ്ങി ഇറങ്ങിയില്ലേ? ഫസ്റ്റ് ഡേ ആയിട്ട് അവൻ ഇന്നിപ്പോൾ ലേറ്റ് ആക്കൂലോ? എൻ്റെ പൊന്നു മോനെ, എനിക്കറിയത്തില്ല. 1 മണിക്കൂറായിട്ട് കഥ അടച്ചിരിക്കാൻ തുടങ്ങിയതാ ചെറുക്കൻ. പെണ്ണ് കാണാൻ പോവാന്നെങ്ങാണ്ട് അവൻ്റെ വിചാരം. ദേ വരുന്നുണ്ടല്ലോ നമ്മുടെ സെൽഫിട്രൻ. ആഹാ, സ്യൂട്ടൊക്കെ ഇട്ട് നടന്നു വരുന്ന കണ്ടോ എൻ്റെ ചെറുക്കൻ. അവൻ്റെ ആ ഒരു പ്രൗഢി കണ്ടോ നീ? ലുക്ക് മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്തൊന്നുമില്ല. നശിപ്പിച്ചു. ഞാനൊന്ന് മാസമായിട്ട് വരുമ്പോൾ എനിക്കിട്ടുണ്ടാക്കല്ലോ നീ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു സുഖം കിട്ടുന്നേ. അയ്യോ, പറഞ്ഞേക്കാൻ സമയമില്ല, നീ വന്നേ, ലേറ്റായി. നിനക്ക് ടെൻഷനൊന്നുമില്ലേ? ടെൻഷനോ? എന്തിന്? ഇതൊക്കെ ഞാൻ ആ ഒരു വൈബിലും എടുത്തിട്ടുള്ളൂ. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ടെൻഷൻ അടിക്കാനായാലും മിനിമം കുറച്ച് ബുദ്ധി വേണം. അത് നിനക്കില്ല, അതുകൊണ്ടാണ്. കെവിനെ, നീ നേരത്തെ ആണല്ലോ. ഇതേതാടാ നോക്കുകുത്തിക്ക് സൂട്ടിട്ട പോലത്തെ ഒരു സാധനം? ഇവനെൻ്റെ അനീനാടാ, അലൻ. ഇന്ന് ഇവൻ്റെ ഇവിടെ ജോയിൻ ചെയ്യുക. അയ്യോ, അനീനായിരുന്നു. സോറി കേട്ടോ, എനിക്കറിയത്തില്ലായിരുന്നു. എനിവേ, ഞാൻ ജെയ്ക്ക്. എല്ലാവരും എന്നെ ചെയ്യുന്ന വിളിക്കും, താനും എന്നെ ചെയ്യുന്ന വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. അയ്യോ, സമയം 9 ഞാൻ എന്നാൽ പോട്ടെ, സാറ് വരാറായി. ബൈ അലൻ. അതേതാ മൊണ്ണ? അതിവിടെ ഞങ്ങളുടെ ബോസ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ്. ഉദാഹരണോ? ഇയാളോ? എന്ന് ജീവനെ പോലെ ആവരുത് എന്ന ഉദാഹരണം. ഓ അങ്ങനെ. നീ ഒട്ടും പേടിക്കണ്ട, എന്നെ തൊട്ട് നിന്നെ ആയിക്കോളൂ ഉദാഹരണം. അയ്യോ, ദേ വാ, സമയം. മേ ഐ കമിൻ സാർ? യെസ് കമിൻ. താനെന്താ ഇവിടെ? തന്നെ ആരെയും കൊണ്ട് കയറ്റിവിട്ടെ? അയ്യോ സാർ, ഞാൻ വേറൊന്നിനും വന്നില്ല. എനിക്കിവിടെ ജോലി കിട്ടി. സാറാണോ എൻ്റെ ബോസ്? കണ്ടിട്ട് തനിക്ക് എന്നാന്നാ തോന്നുന്നേ? ബോസാന്ന് മനസ്സിലായി. സാറിന് തന്നെ മനസ്സിലായില്ലേ? നമ്മൾ ഇതിനു മുമ്പ് 2 വട്ടം കണ്ടിട്ടുണ്ട്. ഇത് തന്നെയല്ലേ താൻ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോഴും പറഞ്ഞത്? പിന്നെ എന്നിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ലല്ലോ. താൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നോ സാർ, താനിവിടെ ജോലി ചെയ്യാമെന്നല്ലേ?
ഇവിടെ സർവൈവ് ചെയ്യാൻ നല്ല പാടാ. തരുന്ന ജോലി ഇവിടെ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ആ ഒരു ക്വാളിറ്റി തനിക്കുണ്ടായാലേ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കത്തുള്ളൂ. യു ഷുഡ് ബി മോർ ഫോക്കസ് ഓൺ യുവർ വർക്ക്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ദെൻ യു ക്യാൻ ലീവ് നൗ. പിന്നെ ഫസ്റ്റ് ഡേ ആണെന്ന് വിചാരിച്ചുകൊണ്ട് തനിക്കിന്ന് ജോലിയില്ലെന്നൊന്നും വിചാരിക്കണ്ട. ഒരു ബിഗിനർ ഫ്രണ്ട്ലി വർക്കുണ്ട്, അത് ഞാൻ ജേക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. താൻ അവൻ്റെ ക്യാബിനിൽ പോയി വാങ്ങിച്ചാൽ മതി. ആൻഡ് അത് പറഞ്ഞ ഡേറ്റിനുള്ളിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എനിക്ക് സബ്മിറ്റ് ചെയ്യണം. കേവനേട്ടൻ പറഞ്ഞ് ശരിയായിരുന്നല്ലേ. സിംഹത്തിൻ്റെ മടയാണല്ലോ ഞാൻ വന്ന് പെട്ടത് കോൺട്രാക്ട്. എന്നാലും കുഴപ്പമില്ല, പുള്ളി ഇപ്പം എൻ്റെ അടുത്ത് തൊട്ടടുത്തുണ്ടല്ലോ. ഇനിയാണ് ഈ അലനാൻഡോ ഫിലിപ്പിൻ്റെ കളികൾ കമ്പനി കാണാൻ കിടക്കുന്നത്. എന്താണ് മോനെ കളിച്ചും ചിരിച്ചൊക്കെ നീ വരുന്നേ? സാധാരണ ആ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നവർ ഈ റിയാക്ഷൻ അല്ല പൊതുവെ ഇടാറ്. നത്തിങ്. പിന്നെ കേവനേട്ടാ, ഈ ജെയ്ഡ് സാറിന് പെങ്ങന്മാരോ വല്ലതും ഉണ്ടോ? ഐ മീൻ ചേച്ചിമാരോ അനിയത്തിമാരോ അങ്ങനെ ആരെങ്കിലും? അതെന്താ മോനെ അങ്ങനെ ഒരു ചോദ്യം? പറ ഉണ്ടോ? എൻ്റെ അറിവിലില്ല. ഓക്കെ ഡാ, നീ എങ്ങോട്ടാ? അപ്പോൾ അന്ന് ഞാൻ ആ സ്വപ്നത്തെ കണ്ടത് ഈ ജെയ്ഡ് ലൂയി മാർക്കോസിനെ തന്നെ ആയിരുന്നല്ലേ? സോ ഹീ ഈസ് ദാറ്റ് വൺ പേഴ്സൺ. കുപ്പിട് പറഞ്ഞല്ലേ, അനുസരിച്ചല്ലേ പറ്റൂ. മിസ്റ്റർ ജെയ്ഡ് ലൂയി മാർക്കോസ്, ജസ്റ്റ് വെയിറ്റ് ഫോർ മീ. താങ്കളുടെ തപസ്സളക്കാനായി ഞാനിതാ എത്തിക്കഴിഞ്ഞു.